പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വ്യാഴാഴ്ച ദിനത്തിലെ നമ്മുടെ വൺഡേ ശുശ്രൂഷയുടെ ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തമായിട്ട് ഓർക്കും എന്ന് അച്ഛനറിയാം. ഓരോ കാലത്ത് പ്രഭാതത്തിലെ പള്ളിയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും പിള്ളികര. ശരിക്കും ഒരു പ്രധാന നിയോഗം, ശരി കർത്താവേ, ശരിക്ക് ഓരോ തകർന്ന അവസ്ഥയിൽ കടന്നു വരുന്ന ഓരോ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് നമ്മൾ ശരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം, പ്രിയ സഹോദരങ്ങളെ, പ്രവർത്തിക്കുന്നത് ഈ കഴിഞ്ഞ 5 വർഷം അച്ഛൻ കണ്ടൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ച് ശരിക്കും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ മേൽ വിശ്വാസത്തോടെ കടന്നു വരുന്ന മക്കളുടെ മേൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. നേരെ പ്രാർത്ഥനയിൽ നിന്ന് ഓർത്തേക്കണം കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന ആഴ്ച നമ്മുടെ താമസമുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം, അതുപോലെ പ്രാർത്ഥിച്ചേക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മിക്ക പുസ്തകം 7-8 മിക്ക പ്രവചനമാണത്. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണ് വെളിപ്പെടുന്നത്: എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. കർത്താവിൻ്റെ വചനം പറയാണ്, എന്നെക്കുറിച്ച്, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഞാൻ വീഴുന്നത് കണ്ട്, ഞാൻ ഇരുട്ടിലാകുന്നത് കണ്ട് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, കാരണം കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശു നമ്മുടെ വെളിച്ചമാകാൻ നാം അനുവദിക്കുകയാണ് എങ്കിൽ നമ്മുടെ എത്ര തകർന്ന പ്രതികൂലമാണെങ്കിലും, എത്ര പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണെങ്കിലും ആ പ്രതികൂലത്തിൽ നിന്ന് കർത്താവ് നിന്നെ കര കയറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനും മകൾക്കും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും എന്നൊരു ബോധ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും ആമേൻ.